സാധാരണക്കാരായ ആൾക്കാരാണ്. ഞങ്ങളെ സംബന്ധിച്ച് വേറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ വേറെ മാനങ്ങളോ ഇതിനില്ല. അത് നിങ്ങൾ കാണുകയും ചെയ്യരുത്. കാരണം ഞങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടുന്ന് അതായത് ആൾക്കാരുടെ നിന്ന് പിടിച്ചൊരു പൈസ ഉണ്ട്. അതിന് അത് ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് NGOs ഉണ്ട്. ആ പൈസ നമുക്ക് എങ്ങനെ തിരിച്ച് കിട്ടണം, അതിനുള്ള മാർഗങ്ങൾ കാണാൻ എന്താണ് വഴിയെന്നേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇല്ല, വേറൊരു കാര്യങ്ങളും അതിലില്ല. ഈ KSS ആൾക്കാർക്ക് മാത്രമേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. ഈ കിസാൻ സർവീസ് സൊസൈറ്റി എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? എങ്ങനെയാണ് ഇതിന്റെ ഭാഗമായി ചെയ്യുന്നത്? എങ്ങനെയാണ് കിസാൻ സർവീസ് സൊസൈറ്റി നീതി ആയോഗിൽ ഒരു NGO ആയിട്ടാണ് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണെങ്കിലും ഈ കേസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് രാമേന്ദ്രനെ നമ്മൾ ആരെയും നമ്മൾ ഫോക്കസ് ചെയ്തിട്ടില്ല. ഇവരെ എല്ലാ മീറ്റിങ്ങുകളിലും NGO അസോസിയേഷൻ എല്ലാ മീറ്റിങ്ങുകളും ജസ്റ്റിസ് രാമേന്ദ്രൻ ഉണ്ട്. ഇതിന്റെ ഉദ്ഘാടന സമയത്തുള്ള നമ്മളെ മന്ത്രിമാർ പങ്കെടുത്ത മീറ്റിങ്ങിൽ ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിൽ ഇരിക്കുന്നുണ്ട്. അതേമാതിരി നമ്മൾ പങ്കെടുത്ത പല പരിപാടികളിലും ജസ്റ്റിസ് രാമേന്ദ്രൻ വേദിയിലുണ്ട്. അപ്പൊ അതുമായിട്ട് അദ്ദേഹം സഹകരിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് NGO കോൺഫറൻസ് തരുന്ന പത്രക്കുറിപ്പ് മാത്രമേ ഇതിന് ആധാരമുള്ളൂ. കാരണം ഇതിൽ ഏത് പോസ്റ്റാണ് എന്താണെന്നുള്ള അവർ തരുന്ന വിവരം മാത്രമേ നമുക്കുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ പലതും പറയുന്നത്. ആരെയും വലിച്ചേക്കാനല്ല. നമ്മളെ സംബന്ധിച്ച് കേസിന്റെ ഒരു തീരുമാനം വേണം. കാരണം കേരളത്തിൽ 125 NGOs ഒരുപാട് ആൾക്കാർ പൈസ വാങ്ങിയിട്ട് കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം വേണം. അപ്പൊ ഇത് ഏത് പ്രമുഖ വ്യക്തിയാണെങ്കിലും അവരിതിൽ ഉൾപ്പെട്ടുകൊണ്ട് അവരതിന് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കി തരണം. കാരണം അതാണ് നമ്മൾ ആവശ്യം. അല്ലാതെ നമുക്കിതിൽ ആരെയും വലിച്ചെടുക്കാനോ ആരെയും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. കാരണം ഞങ്ങൾ സാധാരണ ജനങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. നമുക്ക് വേറൊരു ഉദ്ദേശം അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ രാജിവെക്കേണ്ടതുണ്ടെങ്കിൽ അവർ വീട്ടിൽ ഇരുന്നിട്ടോ അല്ല അത് ചെയ്യേണ്ടത്. കാരണം ഇവരെ പോലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആൾക്കാർ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് അവരെ കണ്ടു വന്ന ആൾക്കാർ ഇവർ രാജിവെച്ച വിവരം ഇത് 125ഓളം സംഘടനകളുണ്ട് ഇവരെ കണ്ടിട്ട് വന്നേ. അവരാരും ഇത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് 6 മാസം മുന്നേ ഇത് അവർ രാജിവെച്ചു എന്നുണ്ടെങ്കിൽ ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ 3 മാസം മുന്നേയും 4 മാസം മുന്നേ പൈസ കൊടുത്ത ആൾക്കാരുണ്ട്. ഇത് തട്ടിപ്പാണെന്നും ഇത് വേറെ രീതിയിലാണ് ഫോണ് അതിൻ്റെ പോക്ക് ശരിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഒരു സന്ദേശം പൊതുജനങ്ങൾക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്നോ ഒരുപാട് ആൾക്കാർ നിന്ന് രക്ഷപ്പെട്ടു പോയേനെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എത്രേ ഉള്ളൂ. ഇനി എന്താന്നുള്ളത് നിങ്ങൾ പറയുക. NGO ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ സത്യസായിബാബി ഓർഫനേജ് ട്രസ്റ്റ് സായിഗ്രാമിൽ വെച്ചിട്ട് ഒരു സംഘടന രൂപകരണം ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ സന്നദ്ധ സംഘടനകളുടെയും ഒരു കൂട്ടായ്മയാണ്. അതിൻ്റെ കീഴിൽ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. അതിനുശേഷം എൻ്റെ ഒരു സുഹൃത്ത് അതിൽ പങ്കെടുത്തിരുന്നു. ഞാൻ അതിൽ പങ്കെടുത്തില്ല. സായിഗ്രാമിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തു. പിന്നീട് BTH നമ്മുടെ ഭാരത് ടൂറിസ്റ്റ് ഹോം എറണാകുളത്ത് വെച്ചിട്ട് ഇതിൻ്റെ പ്രോഗ്രാമുകളെല്ലാം വിശദീകരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതിൽ സാമൂഹ്യ സംരംഭത്തക വികസന പദ്ധതി എന്നാണ് പദ്ധതിയുടെ പേര് കൊടുത്തത്. എത്ര മുതലാണ് എത്ര സാധനങ്ങളെ കിട്ടാൻ എത്ര രൂപയുടേതാണ്? നമുക്ക് 34 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇനി കിട്ടാനുണ്ട്. എന്തൊക്കെയാണത്? അത് 16 സ്കൂട്ടറുകൾ, 45 ലാപ്ടോപ്പുകൾ, 34 ഗൃഹോപകരണങ്ങൾ, ഒരു വാട്ടർ പ്യൂരിഫയർ, ഇത്തിരി സാധനങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. 36 ലക്ഷം രൂപയുടെ. 34 ലക്ഷം രൂപയുടെ. എത്ര പേർക്കുള്ളതാണ്? 96 പേർക്കുള്ളത്. എത്ര രൂപ വീതം വാങ്ങിച്ചിട്ടുണ്ട്? എത്ര രൂപ വീതം വാങ്ങിച്ചിട്ടുണ്ട്? നമ്മൾ അതാത് സാധനത്തിന്റെ പൈസ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ നമ്മൾ. അപ്പോൾ ഇതിൽ ഈ പണം തന്നവർ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നതിന് ചെയ്തിട്ടുണ്ടോ ഇതുവരെയൊക്കെ? ഇല്ല. കാരണം നമ്മൾ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ഉള്ളത് ഇപ്പോൾ നമ്മളിപ്പോൾ 34 ഗൃഹോപകരണം എന്ന് പറഞ്ഞതിൽ 11 അപേക്ഷിച്ചുള്ളത് ഞങ്ങളെ KSSന്റെ മെമ്പർമാരാണ്. കാരണം ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ ഭാര്യമാരുടെ പേരിലും എല്ലാവരും ഭാര്യമാരുടെ പേരിലും ഞങ്ങൾ ഒരിക്കലും ഇത് പൈസ നിക്ഷേപിക്കില്ല. കാരണം 34 ഗൃഹോപകരണം കൊടുക്കാനുള്ളതിൽ 11ഓളം ആൾക്കാർ ഞങ്ങളെ സംഘടനയിലെ പ്രവർത്തകരാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ആരെയും ഇതിലേക്ക് നിർബന്ധിച്ചിട്ടില്ല. എല്ലാവരും ഞങ്ങളോട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ഇതിന് സാധനം വേണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് 10-100ഓളം അപേക്ഷകളുണ്ട്. കാരണം ഞങ്ങൾ ആരെയും അങ്ങോട്ട് വിളിച്ച് ഫോഴ്സ് ചെയ്യലില്ല. സൊസൈറ്റി അങ്ങാടിപ്പുറത്തിൻ്റെ പ്രസിഡന്റാണ്. ആദ്യം പറയുന്നത് ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളാണ്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ NGO ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും നല്ല ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സായിബാബ ട്രസ്റ്റിൻ്റെ ചെയർമാനായ അനന്തകുമാർ സാറ്
ഓഡിയോ ലെവൽ പിന്നെ NGO കോൺഫറേഷൻ എന്ന് പറഞ്ഞിട്ട്, നാഷണൽ NGO കോൺഫറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ എല്ലാ NGOകളെയും കൂട്ടിയിട്ട് ഒരു സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് സഹായങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഇത് തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹം